നിങ്ങൾ എവിടെയായിരുന്നാലും അലക്സ വഴി വോയിസ് കമാൻഡുകൾ ഉപയോഗിച്ച് ഞങ്ങളുടെ ഉൽപ്പന്നങ്ങൾ പ്രവർത്തിപ്പിക്കുവാൻ കഴിയുന്നതാണ്. Alexa, I'm home. അത് ഫാനായാലും AC ആയാലും വിൻഡോ ഷെയ്ഡ്സ് പ്രവർത്തിപ്പിക്കുവാനായാലും ഇനി വോയിസ് കമാൻഡുകൾ മാത്രം മതി. ഹിന്ദു ഐക്യവേദി പള്ളുരുത്തി മേഖലയുടെ നേതൃത്വത്തിൽ ചതയദിനം ആഘോഷിച്ചു. നിരവധി അനാചാരങ്ങൾ നിലനിന്നിരുന്ന ഇരുണ്ട കാലഘട്ടത്തിൽ നിന്ന് വലിയൊരു ജനസമൂഹത്തെ വെളിച്ചത്തേക്ക് നയിച്ച ദേവതുല്യനായ ഒരു ബാലൻ ചെമ്പഴന്തി എന്ന നാട്ടിൽ മാടനാശാന്റെയും കുട്ടിയമ്മയുടെയും ഇളയ മകനായി നാണു എന്ന നാമകരണത്താൽ 1854 ചിങ്ങമാസത്തിലെ ചതയ നക്ഷത്രത്തിൽ ഭൂമിയിൽ ഭൂജാതനായി. അദ്ദേഹം പിന്നീട് വിശ്വഗുരുവായി അറിയപ്പെടുകയും ആ പുണ്യാത്മാവിന്റെ ജന്മദിനമായ ആ പുണ്യദിനം ലോകമെമ്പാടും വലിയ ആഘോഷമായി കൊണ്ടാടുകയും ചെയ്യുന്നു. ഹിന്ദു ഐക്യവേദി കൊച്ചി കോർപ്പറേഷൻ സമിതിയിൽ പള്ളുരുത്തി മേഖലയുടെ നേതൃത്വത്തിൽ അഴകിയകാവ് ക്ഷേത്രത്തിന് മുന്നിൽ രാവിലെ 8 മണിക്ക് നടന്ന ചതയദിനാഘോഷം SNDP കൊച്ചി യൂണിയൻ കൗൺസിലർ അംഗമായ CS സന്തോഷ് അവറുകൾ ഗുരുദേവന്റെ ഛായാചിത്രത്തിൽ പൂമാലയിട്ട് ഉദ്ഘാടനം ചെയ്തു. മഹിളാ ഐക്യവേദി ജില്ലാ ഉപാധ്യക്ഷ രാഗിണി തുളസിദാസ് ദേവദശകം ചൊല്ലുകയും BDJS എറണാകുളം ജില്ലാ പ്രസിഡന്റ് PB സുജിത് അവറുകൾ ഗുരുദേവ സന്ദേശം നൽകുകയും ചെയ്തു. ഹിന്ദു ഐക്യവേദി കൊച്ചി കോർപ്പറേഷൻ സമിതി ജനറൽ സെക്രട്ടറി PP മനോജ്, സംഘാടന സെക്രട്ടറി PV ജയകുമാർ, ബാനർജി MS, ഭഗവത് സിംഗ്, പള്ളുരുത്തി മേഖലാ പ്രസിഡന്റ് AR അശോകൻ, സെക്രട്ടറി ഗോവിന്ദൻ, രക്ഷാധികാരി K വിശ്വനാഥൻ, മുരുകരാജ്, AK അജയ്കുമാർ, ഗണേഷ്, രാജീവ്, സോമൻ, അമൃത്, ശശി തുടങ്ങിയ പ്രവർത്തകർക്കൊപ്പം നിരവധി പേർ പുഷ്പാർച്ചനയിൽ പങ്കാളികളായി. അതുപോലെ തന്നെയാണ് ശ്രീനാരായണ ഗുരുദേവന്റെ ആ ചെമ്പഴന്തിയിൽ നിന്നുള്ള അദ്ദേഹത്തിൻ്റെ ജന്മവും ജനനവും പിന്നീടുള്ള ജീവിതവും ശിവഗിരിയിൽ അദ്ദേഹം അന്ത്യവിശ്രമം കൊള്ളുന്ന സന്ദർഭം വരെ നമ്മൾ പരിശോധിക്കുമ്പോൾ ലോക നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിച്ച വ്യക്തിത്വങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട തന്നെയാണ് വിശ്വഗുരുവായി മാറിയിട്ടുള്ള ശ്രീനാരായണ ഗുരുദേവനെന്ന് നമുക്ക് ദർശിക്കാൻ വേണ്ടി സാധിക്കും. ഇന്ന് ജഗദ്ഗുരു ശ്രീനാരായണ ഗുരുദേവൻ മുന്നോട്ട് വെച്ച ആശയങ്ങളെയാണ് ഇന്ന് ലോകം മുഴുവൻ ഇന്ന് സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നത്. അത് വത്തിക്കാനിലായിക്കോട്ടെ, അല്ലെങ്കിൽ ഇനി നടക്കാൻ പോകുന്ന ഓസ്ട്രേലിയയിലായിക്കോട്ടെ, കഴിഞ്ഞ നാളുകൾ നടന്ന നമ്മുടെ മുൻ രാഷ്ട്രപതി റാം കോവിന്ദ് ഉദ്ഘാടനം ചെയ്യുന്ന ലണ്ടനിൽ നടന്ന ചടങ്ങുകളായിക്കൊള്ളട്ടെ, അറേബ്യൻ രാഷ്ട്രങ്ങളിൽ നടക്കുന്ന ശ്രീനാരായണ ഗുരുദേവ ദർശനങ്ങളെ ബന്ധപ്പെടുത്തിയിട്ടുള്ള പ്രവർത്തനങ്ങളാവട്ടെ, എല്ലാം തന്നെ. ന്യൂസ് ബ്യൂറോ, പള്ളുരുത്തി.